കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 5 പേരുടെ മൃതദേഹം കൂടി സംസ്കരിച്ചു. കണ്ണൂർ സ്വദേശി അനീഷ് കുമാർ, കൊല്ലം സ്വദേശികളായ ലൂക്കോസ്, സാജൻ, പത്തനംതിട്ട സ്വദേശികളായ ആകാശ്, തോമസ് ഉമ്മൻ എന്നിവർക്ക് നാട് വിട നൽകി. വൈകാരികമായ നിമിഷങ്ങൾക്കാണ് ഇന്നും കേരളം സാക്ഷ്യം വഹിച്ചത്. 25 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാനിരിക്കെയായിരുന്നു കണ്ണൂർ കുറുവ സ്വദേശി അനീഷ് കുമാറിന്റെ ജീവൻ തീ കവർന്നത്. മൃതദേഹം ജന്മനാടായ കുറുവയിലെത്തിക്കുമ്പോൾ നൂറുകണക്കിന് പേരായിരുന്നു അന്ത്യാഞ്ജലി അർപ്പിക്കാൻ കാത്തുനിന്നത്. 11:30 മക്കളായ അശ്വിൻ, ആദിഷ്, അനീഷിന്റെ സഹോദരൻ രഞ്ജിത്ത് എന്നിവർ ചേർന്ന് പയ്യാമ്പലത്ത് ചിതയ്ക്ക് തീ കൊളുത്തി. കൊല്ലം വെളിച്ചക്കാല സ്വദേശി ലൂക്കോസിന്റെ സംസ്കാര ചടങ്ങുകൾ IPC സെമിത്തേരിയിലായിരുന്നു. പുതിയ കോളേജിൽ ചേർക്കാനായി ഉടൻ വരുമെന്ന് പറഞ്ഞിരുന്ന പപ്പ ചേതനയേറ്റ ശരീരവുമായി മുന്നിലേക്ക് വന്നപ്പോൾ അത് തന്റെ പപ്പയല്ലെന്ന് പറഞ്ഞ് 17-കാരി മകൾ ലിഡിയ വിതുമ്പി. തന്റെ ഏക സഹോദരനെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിലായിരുന്നു പുനലൂർ വാഴവള സ്വദേശി സാജന്റെ സഹോദരി ആൻസി. പത്തനംതിട്ട പന്തളം സ്വദേശി ആകാശ ശശിധരന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, ആന്റോ ആന്റണി MP, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ തുടങ്ങിയവരുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് അന്തിമോപചാരം അർപ്പിച്ചത്. തിരുവല്ല മേപ്രാൾ സ്വദേശി തോമസ് ഉമ്മന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. സംസ്കാരം നാളെയാണ്. കോന്നി അട്ടച്ചാക്കൽ സ്വദേശി സജു വർഗീസിന്റെയും കീഴ്വാഴ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാമിന്റെയും നിരണം സ്വദേശി മാത്യു തോമസിന്റെയും സംസ്കാരം തിങ്കളാഴ്ചയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, മീഡിയ 1.